ഹലോ. ടൈറ്റിൽ കണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ സംഖ്യ എന്ന് തോന്നി കാണും. പക്ഷേ ഇതല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വന്നതാണ്. ഇതൊരു ജനറലൈസ്ഡ് ഒപ്പീനിയൻ അല്ല. ഒരു എൻ്റെ മാത്രം പേഴ്സണൽ ലൈഫിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ച കുറച്ച് കാര്യങ്ങളാണ്. സോ ആസ് യു സീ ഇൻ ദ ടൈറ്റിൽ, ഞാൻ ജനിച്ച റിലീജിയൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വിശ്വാസങ്ങളുടെ ഒന്നും അമിതഭാരമില്ലാതെയാണ് ഞാൻ വളർന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ വെച്ചാൽ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫാമിലിയാണ് ജനിച്ചിരുന്നെങ്കിൽ മതപഠനം മാൻഡേറ്ററി ആയതിനെ. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു പ്രഷറില്ല. ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഞാൻ വിശ്വാസിയല്ലായിരുന്നൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ കടുത്ത വിശ്വാസിയൊക്കെ ആയിരുന്നു. കളർ കളറായിട്ട് ചരടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ എന്നാൽ പോലും ഒരു തിരിച്ചറിവാവുന്ന പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി മാറ്റി ചിന്തിച്ച് തുടങ്ങുമ്പം എനിക്കൊരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്ങോ ഉണ്ടായിട്ടില്ല. ഞാനപ്പോൾ ഇതിനെപ്പറ്റി വിശ്വാസികളായിട്ടുള്ളതും അല്ലാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പം, വിശ്വാസികളായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഏണിമാമ്പ് കളിക്കുമ്പോൾ എനിക്കൊന്ന് വീഴാതെ അവനൊന്ന് വീണത് അവൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അടുക്കൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർ കുറേ കൊല്ലങ്ങളായിട്ട് വിശ്വസിച്ച് വന്ന കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ഒരിക്കൽ അതങ്ങനെയല്ല എന്ന് വിശ്വസിക്കുമ്പം, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ചിന്തിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കെന്തോ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഗിൽറ്റി ഫീൽ അവർക്കുണ്ടാകുന്നതെന്ന് അവർ പറയുന്നത്. ഞാൻ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐ ആം എ കൾച്ചറൽ ഹിന്ദു. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല, എൻ്റെ ഫാമിലി, എൻ്റെ ചുറ്റുമുള്ളവർക്കും കുഴപ്പമില്ല, ആരും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി, ഞാൻ ഹാപ്പി. സോ അങ്ങനെ ഒരു കൾച്ചറൽ ഫ്രീഡം, ഒരു ഒപ്റ്റിമൈസേഷൻ റിലീജിയനിലൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് ഇതിൽ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും മെൻ്റൽ സ്ട്രെയിൻ ഒന്നും അധികം വരാത്ത രീതിയിൽ, അവർക്കും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ അവർക്കും പീസ്ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അങ്ങനൊരു ഫ്രീഡം അതുണ്ടാവണം.